ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഹറം മാസം 10 കഴിഞ്ഞിട്ട് വേണമോ വീട് കൂടുന്നതും, ചില ആളുകൾ ബിസിനസ് തുടങ്ങുന്നത്, അതുപോലെ തന്നെ ഷോപ്പ് ഉദ്ഘാടനം കഴിയുന്നത്, വീട് കൂടുന്നത്, വിവാഹം, അതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുഹറം 10 കഴിയേണ്ടതുണ്ടോ? അങ്ങനെ 10 കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയാകുമോ? അതല്ലെങ്കിൽ ഈ മുഹറം മാസം ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവിടെ എന്തെങ്കിലും പരാജയങ്ങളോ ആപത്തോ മുസീബത്തോ എത്തുമോ എന്ന് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെ നോക്കിയിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. പല ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇങ്ങനെ ഈ മുഹറം മാസത്തിൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കൽ, അതുപോലെ തന്നെ പുതിയ വീട്ടിലേക്കുള്ള താമസം മാറ്റൽ, ഇങ്ങനെ ഷോപ്പ് ഉദ്ഘാടനം, അതുപോലെ തന്നെ കടയുടെ ഉദ്ഘാടനം, അതുപോലെ തന്നെ പുതിയ നല്ല വസ്തുക്കളൊക്കെ, എങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങൽ, വിൽക്കൽ, ഇതൊക്കെ മുഹറം 10 കഴിഞ്ഞിട്ട് മതിയാകുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. വീട് താമസം മാറ്റുന്നത് മാത്രമല്ല, പുതിയ വീടിന് കുറ്റിയടിക്കുന്നതും തറ ഇടുന്നതും എല്ലാം, ഇങ്ങനെയുള്ള പല സംശയങ്ങളും മുഹറം 1 മുതൽ 10 വരെ പറ്റുമോ, അങ്ങനെ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മുഹറം മാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഈ മുഹറം മാസം 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കൽ ശക്തമായ സുന്നത്താണ്. അതിനു പുറമെ ഈ മുഹറം മാസം പൂർണ്ണമായിട്ടും നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് മാത്രമല്ല, മുഹറം 10 ദിവസം, ആദ്യത്തെ 10 ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഈ മുഹറം മാസത്തിൽ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യലും സുന്നത്താണ്. പൂർവികരായ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, മഹത്തുക്കളായ ആളുകൾ ഈ മുഹറം മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇബാദത്തിന് വേണ്ടി, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരായിരുന്നു. പല ആളുകളും ഇത്തരം ദിവസങ്ങളിൽ 1 മുതൽ 10 വരെ എന്ന് മാത്രമല്ല, മുഹറം മാസം മുഴുവനായിട്ടും ആദ്യത്തെ 10ഉം പല ആളുകളും ഒരുപാട് സുന്നത്ത് നോമ്പ് എടുക്കുന്നവരായിരുന്നു, ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള ഈ ആളുകൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ഇങ്ങനെ ഇബാദത്തിന് വേണ്ടി, നല്ല നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സമയം, പല ആളുകൾ അങ്ങനെ ഇബാദത്തിലായി, ദിക്റിലായി, നോമ്പിലായി, ഖുർആനിലായി, അതുപോലെ നല്ല സൽക്കർമ്മങ്ങളിലായി, ഇബാദത്തിലായി ഈ 10 ദിവസത്തെ പ്രാധാന്യത്തോടെ കാണുന്ന ആളുകളുണ്ട്, അങ്ങനെ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിവാഹവേദികളും സൽക്കാരങ്ങളും വീട് കൂടുന്നതും അതുപോലെ തന്നെ കുറ്റിയെടുക്കുന്നതെല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകളെ ഇബാദത്തിനൊരു മുടക്കവും വരും. മാത്രമല്ല, ഈ സമയം ഫുള്ളായിട്ട് മുഴുവനായിട്ട് ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നമ്മൾ വീട് കൂടുന്നതും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത് ഉചിതമല്ല, അത്ര നല്ലതല്ല എന്ന് ചിന്തിച്ചിട്ട് കൊണ്ടാണ് ആ മുഹറം 10 ദിവസം കഴിയട്ടെ എന്ന് പൂർവികരായ ആളുകൾ ചെയ്തിരുന്നത്. അതിന്റെ അർത്ഥം ഈ മുഹറം 1 മുതൽ 10 വരെ എന്തെങ്കിലും ആപത്തുണ്ടെന്നോ, നഹ്സിന്റെ ദിവസമാണ് എന്നോ, അതിങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്താൽ ആപത്തുണ്ട് എന്നോ, മുസീബത്തുണ്ടെന്നോ എന്നൊന്നും അർത്ഥമില്ല. പക്ഷെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയമായതുകൊണ്ട് അവർ ഇത്തരം ചിന്തകളിലേക്കും ഇത്തരം കാര്യങ്ങളിലേക്കും നമ്മുടെ ആ നല്ല സ്വാലിഹീങ്ങളെ ആളുകൾ മുതിരാറില്ല, ചിന്തിക്കാറില്ല. ഇതുകൊണ്ടാണ് മുഹറം 10 കഴിയട്ടെ എന്ന് പറയാനുള്ള കാരണവും, മുഹറം 10 കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അതിന്റെ അർത്ഥം ഈ മുഹറം 1 മുതൽ 10 വരെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്താൽ, വീട് കൂടുന്നതോ വിവാഹം നിശ്ചയിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് സുന്നത്ത് നോമ്പ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കാരണം സൽക്കാരത്തിലും ഭക്ഷണം കൊടുക്കുമ്പോൾ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളുകളെ സുന്നത്ത് നോമ്പ് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ആ ഇബാദത്ത് സുന്നത്ത് എടുക്കുന്നവർക്കുള്ള നഷ്ടം ആണല്ലോ. അതുകൊണ്ട് ഇത്തരം ദിവസങ്ങളിൽ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുക, നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം എന്നൊരു പ്രാധാന്യത്തോടു കൂടെ മുൻപുള്ള ആളുകൾ കണ്ടിരുന്നു, ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ മുഹറം 1 മുതൽ 10 വരെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.